അസ്സലാമലൈക്കും. സ്നേഹമുള്ള വിശ്വാസികളെ, പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു അവസാന വഴി എന്ന് പറയുന്നു. ഒരു വിഷമം കടന്നു വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥന, ഓരോ മതങ്ങളും അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥന നടത്താറുണ്ട്. എന്താണ് പ്രാർത്ഥന? നമുക്ക് ധാരാളം പുസ്തകങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് മുസ്ലിം സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവരുടേതായ രീതിയിൽ, ക്രിസ്ത്യൻസും ഒക്കെ പ്രാർത്ഥനയുടെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പള്ളികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന ഓരോ വിശ്വാസിയും അവൻ്റെ ദൈവത്തിനോട് അപേക്ഷിക്കലാണ്. എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഒരു പ്രയാസം വരുമ്പോൾ അപേക്ഷിക്കുന്നവൻ. അതുപോലെ നിത്യവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു പോകുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ചിലർ മാത്രം എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരപേക്ഷ. എങ്കിൽ പള്ളികൾ മുഴുവനും, എല്ലാ വിഭാഗത്തിലുള്ള അമ്പലമായാലും പള്ളിയായാലും ഒക്കെ നിത്യേന ഒരു സമയം വെച്ചുകൊണ്ട് പ്രാർത്ഥന പല രൂപത്തിൽ നടക്കുന്നത് നമുക്ക് പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. മുസ്ലിങ്ങൾ നമസ്കാര രൂപേണ ഒരു ദൈവത്തിലേക്കുള്ള സമർപ്പണമായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ ദുആ എന്നൊക്കെ പറയാറുണ്ട്. അമ്പലത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ ആ സന്നിധാനത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ആ അമ്പലത്തിൻ്റെ നട തുറക്കുന്ന ആ ഒരു സമയം തൻ്റെ മനസ്സിലെ ഒരുപാട് വിഷമങ്ങളും പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകളായിട്ട് കൈകൂപ്പി ആ തുറക്കുന്ന വാതിലിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്വരൂപം ഏതാണോ അതിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്നതുപോലെ ക്രിസ്ത്യാനികളും അവരുടെ പള്ളികളിൽ ഇത്തരം പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എത്രയോ കോടി ജനങ്ങളുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉള്ള ആ ലോകത്ത് വിശ്വാസികളായ എല്ലാ മതവിഭാഗക്കാരും ഓരോ കാലഘട്ടങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട്, ഈ ലോകം എപ്പോഴാണോ തുടങ്ങിയത്, മനുഷ്യൻ ഏത് കാലഘട്ടത്തിലാണോ ജന്മം കൊണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ നമുക്ക് കാണാൻ, അറിയാൻ ഒക്കെ കഴിയും. എങ്കിലും ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർ ഏത് മതത്തിലായാലും ആ മതത്തിൽ തന്നെ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആരാധനകളും പ്രാർത്ഥനകളും പല രീതികളിൽ ഒരു തർക്കമാക്കിക്കൊണ്ട് തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ധാരാളം സ്ത്രീകൾ
അവരവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമികപരമായിട്ടുള്ള ചില പുസ്തകങ്ങൾ പ്രാർത്ഥന രൂപത്തിൽ ഇറങ്ങിയിരുന്നു. അതിൽ കടമുള്ളവർക്ക് കടങ്ങൾ വീട്ടാനും രോഗമുള്ളവർക്ക് രോഗശമനം കിട്ടാനും ഗൾഫിലേക്ക് പോകേണ്ടവർക്ക് ഗൾഫിലേക്ക് പോകാനും അങ്ങനെ പലതരം തടസ്സങ്ങൾ നീങ്ങാനൊക്കെയുള്ള മാർഗങ്ങൾക്ക് ചില ദിക്റുകൾ ഇത്ര തവണ ചൊല്ലിയാൽ അത് മാറും, ഇത്ര തവണ ചൊല്ലിയാൽ മാറും എന്നൊക്കെ എഴുതിക്കൊണ്ട് ആ പുസ്തകം നല്ല രീതിയിൽ വിറ്റഴിച്ചു. എൻ്റെ കാഴ്ചപ്പാടിൽ ആ പുസ്തകം വിറ്റഴിച്ച ആൾ നല്ല നിലയിലെത്തി കാണും. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ ഇന്നും ഒരുപക്ഷെ രക്ഷപ്പെടാതെ വീണ്ടും പ്രാർത്ഥനയുടെ ലോകത്ത് കൂടി സഞ്ചരിക്കുകയായിരിക്കാം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണ്ടേ? ഉത്തരം കിട്ടാതെ പണിയെടുക്കുമ്പോൾ കൂലി കിട്ടണ്ടേ? കൂലിയില്ലാതെ പ്രാർത്ഥന, ഞാൻ എൻ്റെ സമയം കളഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടണ്ടേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന് പറയുന്നത് നമ്മളാദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. നമ്മൾ ചോദിക്കാൻ പോകുന്ന വിഷയം എന്താണ്? ആ വിഷയം നമ്മളിലേക്ക് എങ്ങനെ കടന്നു വന്നു? ആ കടന്നു വന്ന വിഷയത്തിൽ നമ്മുടെ കയ്യിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. ദൈവത്തിനോട് സങ്കടങ്ങൾ പറയാൻ നിൽക്കുന്ന ആളുകൾ ആ സങ്കടങ്ങൾ നമുക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, നമ്മുടെ രക്ഷിതാക്കളുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ മക്കളുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അയൽവാസിയുടെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനെ പരിശോധന നടത്തണം ആദ്യം. അതിൽ നമ്മുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ തെറ്റ് തിരുത്തിയിട്ട് വേണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇല്ലെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടാൻ വലിയ പാടായിരിക്കും. ചിലർ കാണാം, പല സ്ഥലങ്ങളിലേക്കും ഓടി ഓടി നടക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നങ്ങളുടെ ഗൗരവം വർദ്ധിക്കുമ്പോൾ മനസമാധാനമില്ലാതെ പലയിടങ്ങളിലേക്കും ഓടിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. അത് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദു ദേവാലയത്തിലേക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയത്തിലേക്കൊക്കെ പരിഹാരം തേടി അലയാറുണ്ട്. എല്ലായിടത്തും ഏകദൈവം എന്ന് പറയുന്ന വിശ്വാസം മുൻപന്തിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാണോ അതിന് ഉത്തരം ലഭിക്കുന്നത് അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമുള്ളൊരു സ്ഥലം. ഒരുപക്ഷെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. അവൻ അമ്പലത്തിൽ പോയി ഒരു അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു, ഫലം കിട്ടുന്നില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ഫലം കിട്ടുന്നില്ല. പിന്നെ ആരോ പറഞ്ഞറിഞ്ഞുകൊണ്ട് ചാത്തൻ സേവ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവർ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരുപക്ഷെ അതെങ്ങാനും ഫലിച്ചാൽ പിന്നെ അവൻ അവിടത്തെ ഭക്തനായി. ധാരാളം ആളുകൾ അത്തരം മേഖലകളിൽ കടന്നു വരുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കെല്ലാം പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ പ്രാർത്ഥന എന്താണെന്ന് തിരിച്ചറിയാതെ പോയതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു മനുഷ്യൻ്റെ വേദനയെ, തടസ്സങ്ങളെ മുതലാക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് വളർന്നു വന്നു. അപ്പോൾ പ്രശ്നങ്ങൾക്ക് ഒരു എളുപ്പ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ധാരാളം ആളുകൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ, ബെലിസി ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബൈബിൾ വെച്ചിരിക്കുന്നത് കാണാം. എന്തിനാണ് അത് വെച്ചിരിക്കുന്നത്? അവിടെ ഡോക്ടർമാരില്ലേ? ഡോക്ടർമാർ
അവിടെ നമ്മൾ പണം കൊടുക്കുന്നുണ്ട്, ഡോക്ടർ ചികിത്സിക്കുന്നുണ്ട്. എങ്കിലും ചിലരൊക്കെ ആ ബൈബിളിൻ്റെ മുമ്പിൽ പോയി വളരെ വേദനയോടുകൂടി നിന്നിട്ട് ബൈബിൾ വായിക്കുന്നത് കാണാം. എന്താണ് കാര്യം? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഒരു അപകട നിലയിൽ കിടക്കുകയാണ്. ഡോക്ടർ തൻ്റെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു സഹായം അവൻ തേടുകയാണ്. അതിനുള്ളൊരു സംവിധാനം ആ ഹോസ്പിറ്റലിൽ കാണാം. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതികളിലും പല ഗ്രന്ഥങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്ബറ എന്ന് പറയും. ഇത്തരം മക്ബറകളിലേക്ക് വരുമ്പോൾ അവിടെ ഖുർആനും അതുപോലെ തന്നെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഉള്ള കൊച്ചു വളരെ ചെറുതായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ചെറിയ പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. യാസീൻ സൂറത്തും ഫാത്തിഹ സൂറത്തും ഒക്കെ അടങ്ങിയ അത്തരം സൂറകൾ എടുത്തുകൊണ്ട് മക്ബറയിലിരുന്ന് യാസീൻ ഓതുകയും അവിടെ ഇരുന്നു കൊണ്ട് അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആ മഹാന്റെ സാമീപ്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിനോട് പരിഹാരം തേടുന്ന ധാരാളം ആളുകളെ കാണാം. അതിൽ വളരെ അപൂർവം ആളുകൾ മാത്രമേ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി ദൈവത്തിലേക്ക് ഈ ആത്മീയ ഗുരുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് പ്രാർത്ഥന നടത്തുന്നവർ വളരെ ചുരുക്കം ആളുകളാണെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ കടന്നു വന്നുകൊണ്ട് അവർ അവിടെ കിടക്കുന്ന ആളോട് സങ്കടങ്ങൾ പറയുമ്പോഴും അവരുടെ ഭാഗത്ത് തെറ്റില്ല. മറിച്ച് ഫാത്തിഹ സൂറത്തിൽ പറയുന്നത് പോലെ നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിൽ എന്നെ ചേർക്കണമേ എന്നാണ് നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ പറയുന്നത്. നിന്നിലേക്ക് ചേർക്കണമേ എന്നല്ല, നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണം. അപ്പോൾ അള്ളാഹുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ട് ജീവിച്ച അത്തരം സൂഫികളുടെ ഖബറുകൾ അവിടെ വന്നുകൊണ്ട് അവരുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അവർ നേടിയെടുത്ത ആ മുഹബത്ത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇല്ലാത്തതുകൊണ്ട് വെറും സാധാരണക്കാരായി ജീവിച്ചിരുന്ന ഇവർ ദൈവത്തിൻ്റെ വാതിലുകൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവരിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും അതുകൊണ്ട് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരിൽ നിന്നുണ്ടായ ധാരാളം അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹം അവരിലേക്ക് ഓടിയെത്തുന്നത്. എങ്കിൽ ചിലർ അത്തരം മേഖലകളെ താറുമാറാക്കിയിട്ടുമുണ്ട്, അതൊരു കച്ചവട കേന്ദ്രമാക്കിയിട്ടുമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ചില ദർഗകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത്തരം മേഖലകളിൽ, കച്ചവടമാക്കിയ മേഖലകളിൽ കിടക്കുന്ന ആള് അത്ര വലിയ ശക്തിയുള്ള ആളാണെങ്കിൽ ചിലർ ചോദിക്കുന്നത് കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ അവർ സമരം നടത്തണ്ടേ, അവർ പ്രശ്നമുണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം അരങ്ങേറണ്ടേ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അവരൊക്കെ വലിയ കറാമത്തുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിച്ചവരാണെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്ന് ഇത്തരം ആളുകളെയൊക്കെ നശിപ്പിക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അവിടെയും ധാരാളം തർക്കങ്ങൾ നടക്കുന്നു, പ്രാർത്ഥനാ സംബന്ധമായ പ്രശ്നങ്ങൾ നടക്കുന്നു. നമ്മൾ ഈ അടുത്ത് ടി വിയിലൊക്കെ കണ്ടു, പോലീസ് വന്ന് പിടിച്ചു മാറ്റുന്നതും അടിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കർത്താവ് വലിയ കഴിവുള്ളവനല്ലേ, ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കുന്നവരെ ഇല്ലാതാക്കണ്ടേ എന്നൊക്കെ ചോദിക്കാം. അതുപോലെ അമ്പലങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ വലിയ വിവാദമായി കണ്ട ശബരിമലയിലെ വിഷയം എടുത്തു നോക്കിയാലും ധാരാളം ആളുകൾ അയ്യപ്പൻ്റെ അടുക്കിലേക്ക് ശരണം വിളിച്ചുകൊണ്ട് തൻ്റെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ സന്നിധാനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അപ്പം അയ്യപ്പനാണ് അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കേണ്ടത്. പക്ഷെ ആ അയ്യപ്പന് വേണ്ടി റോട്ടിൽ
സമരം നടത്തിയ കുറേ ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ ദൈവത്തിന് പോലും കഴിവില്ലാത്ത വിധം ചിത്രീകരിക്കുകയാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക. ഇത് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയുമില്ല. നമ്മൾ നമ്മളുടെ അധികാര സ്വഭാവം വെച്ചുകൊണ്ട് നമ്മൾ തന്നെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ പ്രാർത്ഥന എന്നുള്ള സംഭവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞാൻ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം വേഗം കിട്ടണം. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുകയും ആ പ്രശ്നത്തിൽ നമുക്കെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ തെറ്റ് തിരുത്തണം. അതിന് നമ്മൾ തൗബ ചെയ്യണം. ഇനി ഒരുപക്ഷെ ഒരു കക്ഷിയുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ, നമ്മുടെ തെറ്റുകൊണ്ടുണ്ടായ സംഭവമാണെങ്കിൽ അവരോട് ആദ്യം മാപ്പ് ചോദിക്കണം. അവർ മാപ്പ് തന്നില്ലെങ്കിൽ വേണ്ട, പോട്ടെ, നമ്മുടെ കാര്യം കഴിഞ്ഞു. എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അഴുക്കൾ എടുത്ത് കളഞ്ഞുകൊണ്ട് ഏത് വസ്തുവായാലും നമുക്ക് ഭക്ഷിക്കാൻ കഴിയണമെങ്കിൽ അതിലെ അഴുക്ക് ആദ്യം നീക്കം ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാറ്? എന്നതുപോലെ പ്രാർത്ഥനയിലേക്ക്, ദൈവത്തിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക്, പരിശുദ്ധമായ ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത്രയ്ക്കും പരിശുദ്ധമായിരിക്കണം. അപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ നടക്കും. അത്രയും പരിശുദ്ധമായ ആളുകൾ തന്നെയാണ് നമ്മളെപ്പോലെയൊക്കെ ജീവിച്ചിരുന്ന മുൻകഴിഞ്ഞു പോയ ഓരോ സൂഫി വര്യന്മാരും. അവരുടെ ഹൃദയം പരിശുദ്ധമാക്കിയതിൻ്റെ ഫലമായിട്ടാണ് അവരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായത്. അപ്പം നമുക്കങ്ങനെയൊന്നും ആകാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ക്ലിയർ ആകട്ടെ. തെറ്റുകൾ പറ്റും, മനുഷ്യനാണ്, സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ സംഭവിക്കും. തെറ്റ് നമുക്ക് സംഭവിച്ചെങ്കിൽ നമ്മൾ തൗബ ചെയ്യുക. ഏറ്റവും നല്ല പ്രാർത്ഥന തൗബയാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം കാണാം. നമ്മൾ ചില പുസ്തകങ്ങൾ നോക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം 133 തവണ ചെല്ലുക, നിങ്ങളുടെ പ്രശ്നത്തിന് സമാധാനം കിട്ടും. ഒരു തുണിയെടുത്തിട്ട് കല്ലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയിട്ട് ചുമ്മാ അടിച്ചാൽ അതിലെ അഴുക്ക് പോകില്ല. അത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ച് അതിൽ സോപ്പ് വെള്ളം കലക്കി അതിലിട്ടുകൊണ്ട് നമ്മളത് പരിശോധിച്ച് തന്നെ അലക്കണം. അപ്പോഴാണ് അതിൽ അഴുക്ക് പോകുള്ളൂ. അല്ലാണ്ട് സോപ്പ് വെള്ളത്തിലിട്ട് വെറുതെ കല്ലിലിട്ടടിച്ചു കഴിഞ്ഞാൽ അഴുക്കൊന്നും പോകില്ല. തുണി കഴുകി എന്ന് പറയാം. അപ്പം എന്നതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യം റബ്ബിലേക്ക് സമർപ്പിച്ച് നമ്മളൊരു സ്വസ്ഥമായൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഓരോ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ചെല്ലുമ്പോഴും നമ്മൾ കടന്നു വന്ന വഴികളൊന്നും മനസ്സിൽ ഓർക്കാൻ പഠിക്കുക. അങ്ങനെ ഓർത്തുകൊണ്ട് അവനോട് തൗബയിലിരിക്കുക. അങ്ങനെ തൗബയിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. അത് ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥനകൾ ഇന്ന് കാണാനില്ല. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പൈസ ഇടുന്നു, എന്തൊക്കെയോ പറയുന്നു, പോകുന്നു. അത് നടന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഓടുകയാണ്. അപ്പം ഏതൊരു ദിക്റായാലും ഏത് തരത്തിലുള്ള പ്രാർത്ഥനയായാലും അതിന് ഫലം കിട്ടണമെങ്കിൽ പ്രാർത്ഥന എന്താണെന്ന് അറിയണം. പ്രാർത്ഥന ശ്വാസം പോലെയാണ്. ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നാം ശ്വസിക്കുമ്പോൾ വായു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് വിമുക്തമാകുകയും ഓക്സിജൻ നൽകുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സിരകളിലെ രക്തത്തെ ശുദ്ധീകരിക്കും. കുറച്ചു നേരം നമുക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുറപ്പാണ്. എനിക്ക് ശാരീരികമായ വലിയ അധ്വാനമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഞാനൊന്ന് ഉറങ്ങുമ്പോഴോ കസേരയിലിരിക്കുമ്പോഴോ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന ആ ഒരു വലിയ ദിക്ർ, അതാണ് ശ്വാസം എന്ന് പറയുന്നത്. ആ ശ്വാസം നമ്മളറിയാതെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾ ഉണ്ടാകുന്നത്. ആ ചലനങ്ങളെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പലതരത്തിലുള്ള അവസ്ഥകൾക്ക് വേണ്ടിയിട്ട് ആ ചലനത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഭക്ഷണപ്രിയനായവനും കാമപ്രിയനായവനും അതുപോലെ തന്നെ അധ്വാനിയും
പണമുണ്ടാക്കണമെന്നുള്ള കൊതിയുള്ളവനും കള്ളനും, അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഈ ലോകത്ത് മനുഷ്യൻ മാറിയിട്ടുണ്ടോ അതിനെല്ലാം അവൻ്റെ ചലനങ്ങളാണ് അവന് പ്രേരണ കൊടുത്തത്. ആ ശുദ്ധമായ ഓക്സിജനിൽ ശരീരത്തിലേക്ക് പ്രവർത്തിച്ച് അത് അശുദ്ധമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അഴുക്കുകൾ ആരും തുടച്ചു കളയാതെ പോകുമ്പോൾ അവൻ വല്ലാത്ത ഒരു കുടുക്കിൽ ചെന്ന് പെടുകയാണ്. ഒരു കറ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എത്ര പരിശ്രമിച്ചാലും അത് ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ നല്ല മനുഷ്യരായ വ്യക്തികളും അന്നന്ന് കുളിച്ച് വൃത്തിയാകുന്നത് പോലെ, അന്നന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ, അന്നന്ന് ഉറങ്ങുന്നത് പോലെ അന്നന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നല്ലപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കഴിയുന്നത് നമ്മുടെ ഭാഗത്ത് ഓരോ വിഷമങ്ങൾ കടന്നു വരുമ്പോഴും അത് തനിക്ക് പറ്റിയ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ആ തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. എന്നിട്ട് തൗബ ചെയ്യുക. ആ തൗബ അള്ളാഹു സ്വീകരിക്കും. ഒരുപാട് ദിക്റുകൾ ചൊല്ലി തളരേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും നല്ല ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മനസ്സറിഞ്ഞ് ചെല്ലുക, ഹൃദയവേദനയോട് ചെല്ലുക. നമ്മുടെ തെറ്റാണെങ്കിൽ നമ്മൾ ആദ്യം അള്ളാഹുവിനോട് എന്താ കാര്യം, ഈ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പോവുകയും പോസിറ്റീവായ മൈൻഡ് നമുക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണേ, എൻ്റെ മക്കൾക്ക് അത് ശരിയാക്കണേ, ഇത് ശരിയാക്കണേ എന്നുള്ള കുറേ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ തൗബ ചൊല്ലിപ്പോയാൽ മതി. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം ആ ദിക്റിനെ വർദ്ധിപ്പിക്കുക. അതങ്ങോട്ട് ശരീരത്തിൽ കൂടട്ടെ. നമ്മുടെ ശ്വാസം മുഴുവനും തൗബ കൊണ്ട് അലങ്കരിക്കപ്പെടട്ടെ. ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ട്, നീ ക്ഷമയുള്ളവനാകുക, സൽക്കർമ്മം ചെയ്യുന്നവനാകുക, പാശ്ചാത്താപമുള്ളവനായി മാറുക. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമുക്കൊരു പാശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കേണ്ടത് ക്ഷമയാണ്. എല്ലാം ക്ഷമിക്കാനുള്ള കഴിവ്, പൊട്ടിത്തെറിക്കാനുള്ള കഴിവുണ്ട് നമുക്ക്. ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ക്ഷമ, ആ ക്ഷമയിലേക്ക് നമ്മൾ കടന്നു വരിക. എന്നിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എന്നും തൗബ ചെയ്യുക. അപ്പോൾ അള്ളാഹു, അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങളിലേക്ക് ഓടിയെത്തും. ഒരു ജീവിതം നയിക്കാനുള്ള ശക്തി നമുക്ക് നൽകപ്പെട്ടു. ആ നൽകപ്പെട്ടതിൽ നിന്നാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ ജീവിതത്തിൻ്റെയും ക്ലൈമാക്സ് മരണമാണ്. ആ മരണം ദൈവത്തിലേക്ക് എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പല രീതിയിലാണ് ഓരോ മനുഷ്യരെയും അടക്കം ചെയ്യുന്നത്. അവരവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ കൊണ്ട് ഒരു മനുഷ്യനെ മണ്ണിലേക്ക് മറവ് ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവ് ദൈവത്തിൽ എത്തപ്പെടുന്നു എന്ന വിശ്വാസത്തോടുകൂടി പലരും ഈ ഭൂമിയിൽ സങ്കടങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പരിശ്രമങ്ങളും നേട്ടങ്ങളും ഒക്കെ നേടിയെടുത്തത്, ഈ പ്രാർത്ഥനയെല്ലാം നടത്തിയത് ഈ ഒരു ചടങ്ങിന് വേണ്ടിയാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല. നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല മനസ്സോടെ കഴിയാനും നമ്മൾ അറിഞ്ഞ അറിവുകൾ അഹങ്കാരത്തോടുകൂടി ചുമക്കാതെ അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുകയും പരിഹാസികളോട് വിദ്വേഷം പുലർത്താതെ പരിഹസിക്കുന്നവരോട് ദൈവത്തിനോട് പൊറുക്കാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പവിത്രതയുണ്ട് എന്ന് കരുതിക്കൊണ്ടും ഒരു മനുഷ്യനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സ്നേഹമുള്ളവരെ, എന്നും പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരുമുണ്ട്. എന്നെ പരിഹസിക്കുന്നവരും സ്നേഹിക്കുന്നവരും വിരോധമായി പോയവരും എല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്. ആരോടും എനിക്ക് വെറുപ്പില്ല. കാരണം ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ
പലതും സംഭവിക്കും. നമ്മൾ വിലയോടുകൂടി വാങ്ങിയിട്ട ടയറുകൾ തേഞ്ഞു പോകുന്നില്ലേ? വിലപ്പെട്ട വണ്ടി തുരുമ്പ് പിടിക്കുന്നില്ലേ? എന്നതുപോലെ ഓട്ടത്തിനിടയിൽ തുരുമ്പ് പിടിക്കുന്നൊരു വണ്ടിയാണ് നമ്മുടെ ശരീരം. അതിൽ തളരാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് കരുത്തുണ്ടെങ്കിലേ ഈ വണ്ടിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുള്ളൂ. അപ്പോൾ ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ഏറ്റവും വലുത് തൗബയാണ്. തൗബയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. നല്ലത് വരുത്താനും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നമ്മുടെ കണ്ണും കാതും എല്ലാം നല്ലതിനു വേണ്ടി ആയി മാറട്ടെ എന്ന് ഈ ഉള്ളവൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മുടെ കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പിഴവുകളും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. ബാക്കിയെല്ലാം അവൻ്റെ കയ്യിലാണ്. എന്തായാലും തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.